പാശ്ചാത്യ മാധ്യമങ്ങൾ പതിവ് പോലെ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ഹിന്ദു ഫോബിയ പരത്തുന്നതിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും വലിയ തലക്കെട്ടോടുകൂടി തന്നെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാവരും തന്നെ മോദി ഒരു ഹിന്ദു ദേശീയവാദി എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ വാർത്തകളും തലക്കെട്ടുകളും നൽകിയിരിക്കുന്നത്. ഇതിൽ നരേന്ദ്രമോദിക്ക് പല സ്വീകരണങ്ങളും പല റാലികളിൽ ലഭിക്കുന്ന വാളും അതുപോലെ തൊപ്പിയും അമ്പും വില്ലിൻ്റെയും ഒക്കെ ഉള്ള ചിത്രങ്ങൾ, ആ ചിത്രങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ഈ വാർത്തകൾ പോകുന്നത്. മുൻപും ഇത്തരത്തിൽ തന്നെയായിരുന്നു. US ആസ്ഥാനമായുള്ള ABC ന്യൂസിന്റെ തലക്കെട്ടിൽ ഇന്ത്യയിലെ വോട്ടെടുപ്പ് തുടങ്ങി, അത് ഹിന്ദു ദേശീയവാദിയായ മോദിക്ക് മൂന്നാം ഊഴം നൽകും, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന് പറയുന്നു. ഫ്രാൻസിന്റെ പത്രമായ ഫ്രാൻസ് 24ന്റെ തലക്കെട്ട് ഇന്ത്യയിൽ ഹിന്ദു ദേശീയവാദിയായ മോദിയാണ് പലർക്കും പ്രിയപ്പെട്ടവൻ എന്ന് പറയുന്നു. റോയിട്ടേഴ്സ് പറയുന്നത് മസ്ജിദാണ് ഈ നേട്ടം മോദിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. മോദി അധികാരത്തിൽ വന്ന ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി തന്നെ മാറും എന്ന് പറയുന്നു. അൽ ജസീറ പറയുന്നത് മൂന്നാം വട്ടവും മോദി അധികാരത്തിൽ വന്നാൽ മുസ്ലിങ്ങളുടെ നില പരിങ്ങലിലാകും, പരിതാപകരമായ അവസ്ഥയിലേക്ക് പോകുന്നു. ഇതിനകത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഈ അയോധ്യയുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ, ഒപ്പം തന്നെ നരേന്ദ്രമോദി തലപ്പാവ് ധരിച്ചു നിൽക്കുന്നതും കയ്യിൽ വാൾ, നമുക്കറിയാം ഈ റാലികളിലും മറ്റും അതൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വാളും അമ്പും വില്ലും ഒക്കെ പ്രവർത്തകർ സമ്മാനിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഏതായാലും വിദേശ മാധ്യമങ്ങൾ ഒന്നടങ്കം പറയുന്നു ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറുന്നു, അതിൻ്റെ ചുവടുപടിയാണ് മോദിക്ക് കിട്ടുന്ന പിന്തുണ, മോദി ഒരു തികഞ്ഞ ഹിന്ദു ദേശീയവാദിയാണ് എന്നുകൂടി പറയുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ ഇതിനു മുമ്പും പടച്ചുവിട്ടിട്ടുണ്ട്. ഇവരെല്ലാവരും ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലുള്ള ഹിന്ദു ഫോബിയ പടച്ചുവിടുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.